சேவை புளிശ്ശേരി பப்படம் இந்த காம்பினேஷன் ரொம்ப ഫേമസ് ആകും ട്രിവാൻഡ്രത്തിൽ. മോര് കൂട്ടാൻ ചൊല്ലலாம். ഇത് കഷ്ണങ്ങളൊന്നും പോടാത്ത പുളിശ്ശേരിയാക്കും. അപ്പോൾ ഇன்றைக்கி എളുപ്പം இந்த சேவை எப்படியாக்கும் பண்ணுறதுனாക്കും കാണിக்கிறேன். രണ്ട് രീതിയിൽ നമുക്ക് பண்ணலாம் சேவை. ഒന്ന് അരച്ച് കഴിഞ്ഞ് അത് കിണ്ടി കുഴക്കട്ട പോലെ ഉരുട്ടി பண்ணலாம். അല്ലാതെക്ക് എളുപ്പം മിക്സിയിൽ അരച്ച് எப்படி பண்ணுறதுனாக்கு இன்றைக்கி കാണിக்கிறேன். அதுக்கு 2 കപ്പ് ഇത് ഇன்றைக்கி ഇഡ്ഡലി റൈസാക്കി എടുത്തിരിക്കാൻ ഒരു 6 മണിക്കൂർ ഉമിഴ്ത്തി വെച്ചിട്ട് ഡൊപ്പി അരിശിന്നും ചൊല്ലാം നന്നാ അലമ്പി അത് മിക്സിയിലാക്കും അരக்கிறேன். ഗ്രൈൻഡറിൽ അരക്കണമെന്നാ ഗ്രൈൻഡറിലേയും അരക്കലാം. ഇത് ഇன்றைக்கி கொஞ்சம் கூட എളുപ്പം பண்ணுற വേർഷനാകും കാണിக்கிறேன். ഇപ്പോൾ ഗ്രൈൻഡറിൽ അരച്ച് അത് കിണ്ടി കുഴക്കട്ട പോലെ ആക്കി ആവിയിൽ വേവിച്ച് അത് ഞാൻ അപ്ലോഡ് பண்ணியிருக்கேன். അതോட ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോടുறேன். നമ്മൾ അരച്ചെടുക്കുമ്പം ഇതുപോലെ നല്ല മഷി പോലെ ഇരിക്കണം. വെണ്ണ പോലെ നല്ല സ്മൂത്താണ് അരച്ചെടുക്കരുത്. ரொம்ப തണ്ണി വിട്ട് അരയ്ക്കണ്ട. കൊഞ്ചം കട്ടിயாக അരച്ചെടുത്തിട്ടാൽ പോരും. ഒരു ദോശ ബാറ്ററോടെ അതുപോലെ എടുത്തിട്ടാൽ പോരും. ഇതുപോലെ ബാക്കിയുള്ള ബാച്ചും കൂടെ അരച്ചെടുക്കണം. എന്നിട്ട് മിക്സിയെ ഒന്ന് ചിന്നതാ അലമ്പി அந்த വെള്ളം വിടരുത്, അഡ്ജസ്റ്റ് ചെയ്ത് വിടണം. ரொம்ப തണ്ണിയാനാണ് നമുക്കത് ഇഡ്ഡലി തട്ടിലെയോ അല്ലാതെ തട്ടിലെയോ നമുക്ക് വിടാൻ മുടിയാതെ മാവ്. ഇതുപോലെ നന്നായി ഇളക്കിയെടുക്കുമ്പം നന്നായി ഒഴുകപ്പെട്ട എന്താ കൺസിസ്റ്റൻസി പോരും. അത്രയും വെള്ളം വിട്ടാൽ പോരും, കൂടുതലാവണ്ട. ഇതുപോലെ നല്ല ദോശമാ പദത്തേക്ക് വെള്ളം വിട്ടിട്ടാൽ പോരും. നമുക്ക് ഇഡ്ഡലി തട്ടിലെ ആനാലും അല്ല കിണ്ണത്തിലെയോ അല്ല വെറും തട്ടിലെയോ നമുക്കിത് വിട്ട് ആവി കയറ്റി എടുക്കില്ല. ആദ്യം ഞാൻ ഇപ്പോൾ എണ്ണ തേക്കരുത്, വെളിച്ചെണ്ണയാക്കും തേക്കറ്. നല്ലെണ്ണ വേണമെന്നാൽ നല്ലെണ്ണയും തേക്കില്ല. ഇതുപോലെ കിണ്ണത്തിൽ ഇഡ്ഡലി തട്ട് ഇല്ലെന്നുള്ള ആൾക്ക് കിണ്ണത്തിലെയോ അല്ല കൊഞ്ചം പെരിയ തട്ടിലെയോ ഇതുപോലെ എണ്ണ തേച്ചെടുത്തിട്ടാൽ പോരും. എന്നിട്ട് നമ്മൾ മിക്സ് பண்ணி വെച്ചിരിക്കുന്ന മാവ് കറക്റ്റ് കുഴിയിൽ നിറയறது പോലെ ഫില്ല് பண்ணி എടുത്തിട്ടാൽ പോരും. ഇഡ്ഡലി തട്ടമല്ല വെറും കിണ്ണത്തിലാക്കുന്നുണ്ടാണ് കിണ്ണത്തോടെ ഒരു അര പോർഷനോ മുക്കാൽ പോർഷനോ താൻ മാവ് വിടപ്പെടും. കൂടുതൽ വിട്ടാൽ നമുക്കെന്താ സേവ നാഴിയിൽ പോടുறதுக்கு പാടാകും. എന്നിട്ട് ബാക്കിയുള്ള മാവ് ഇപ്പം ഇത് 2 ഓപ്ഷനും അല്ലാട്ടന്നെ ഇതുപോലെ ഒരു പെരിയ തട്ടത്തിൽ ഇതുപോലെ കൊഞ്ചം നിറയെ മാവ് വിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് ആവിയിൽ വെച്ചാലും പോരും. ഇപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കറേൻ. അതിൽ ഇഡ്ഡലി പ്ലേറ്റ് ആദ്യം ആവി കയറ്റി എടുക്കില്ല. ഒരു 10-12 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റി എടുത്താൽ പോരും. അത് തുറന്ന് പാക്കുമ്പോൾ നന്നാ വെന്തിരിക്കണം മാവ്. വേവലയാണ് കൊഞ്ചം നേരം കൂടെ ആവി കയറ്റും. ഇപ്പം നന്നാ വെന്തിരിക്ക്. അതിൽ ഞാൻ ഫസ്റ്റ് ആദ്യത്തെ പ്ലേറ്റ് മാത്രം തന്നെ എടുക്കറേൻ. കാരണം നമ്മൾ ചൂടോടെ പിഴിയറതാക്കും കൊഞ്ചം കൂടെ എളുപ്പം. തണുത്ത് കഴിഞ്ഞ് തന്നെ പാടാവും. അപ്പം ബാക്കിയുള്ളത് ഇതുപോലെ അടച്ച് ഫ്ലെയിം ചിന്നതാക്കിയിട്ട് ചിന്ന തീയില വെച്ചിട്ടാൽ പോരും. അപ്പോൾ അത് ചൂടായിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ സേവനാഴിയിൽ ഇഡ്ഡലി തട്ടത്തിലേന്ത് ഒരു സ്പൂണ് വെച്ച് ഇതുപോലെ എടുത്തിട്ടാൽ പോരും. കറക്റ്റാக നമുക്ക് ഇഡ്ഡലി പോലെ തന്നെ കിടക്കും. മാവ് ഒട്ടിപ്പിടിച്ചിരിക്കാതെ പ്ലേറ്റിൽ. സേവനാഴിയിൽ എത്ര നാഴിയുടെ ഉള്ളനുസരിച്ച് എത്ര ഇഡ്ഡലി കൊള്ളറതോ അത് അത്രയും ഇഡ്ഡലി നമുക്കെന്താ നാഴിക്കുള്ള ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ടാൽ പോരും. എന്നിട്ട് ചൂടോടെ തന്നെ താഴെ ഒരു പ്ലേറ്റും കൂടെ വെച്ചിട്ട് പിഴിഞ്ഞെടുത്തുള്ളത്. 2 പേരാ പണ്ടുറതാണ് കൊഞ്ചം കൂടെ ഈസിയായിരിക്കും. ഇതിപ്പം ഞാൻ മാത്രം പണ്ണുമ്പോൾ കൊഞ്ചം നമുക്ക് എന്താ മേലെ തിരിക്കുമ്പോൾ കൊഞ്ചം ടൈറ്റായിരിക്കും ഞാനുള്ളത്. 2 പേരാണെന്നാൽ കൊഞ്ചം ഈസിയാണ് നമുക്കത് പിഴിഞ്ഞെടുക്കല. ഒരാൾ പിടിച്ച് നാഴിയെ പിടിച്ച് തന്നിട്ട് ഒരാൾ മേലേന്ത് കറക്കിനാൽ പോരും. ഇതുപോലെ സേവനാൽ എളുപ്പം 2 പേരാണ് ரொம்ப ഈസിയാണ് നമുക്ക് പിഴിയാൻ പറ്റും. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇത്
നല്ല ഉതിരുതിരാ തന്നെ നമുക്കത് ചൂടോടെ തന്നെ ഉതിരുതിരാ തന്നെ ഇരിക്കും. കാണിച്ചു തരുമ്പോൾ കാണുമ്പോൾ തെരിയും. നല്ല സോഫ്റ്റാവും ഇരിക്കും. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ലേ. ഒരു പെരിയ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ട് അടുത്തതും ഇതുപോലെ പിഴിഞ്ഞെടുക്കരുത്. ചൂടാറുന്നത് വരെ. ഇത് എന്താ സേവ കഴിക്കുമ്പോൾ ரொம்ப ചൂടാ சாப்பிடணும் എന്നില്ലേ. അതുകൊണ്ട് ജസ്റ്റ് അത് ഒട്ടിപ്പിടിക്കാതെ ഇരിக்கிறதுக்கு ഇതുപോലെ പെരിയ പ്ലേറ്റിൽ ഓരോരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ അകത്തി പോട്ടിട്ടാൽ പോരും. നമ്മൾ ആദ്യത്തെ പ്ലേറ്റ് പിഴിഞ്ഞതിന് ശേഷം തന്നെ അടുത്ത പ്ലേറ്റ് ഇതുപോലെ എടുക്കറേ. ചൂടോടെ പിഴിയറതാണ് എളുപ്പமாக നമുക്ക് പിഴിയാൻ മുടിയും. ഇപ്പം കിണ്ണമോ ഇതോ ആക്കുമ്പോൾ ഇതുപോലൊരു പാത്രത്തെ വെച്ചിട്ട് அதுக்கு மேலே கிண்ணവും அந்த தட்டവും இல்லாட்டன்னா ஒரு ஸ்டாண்ட் உள்ள வச்சுட்டு அதுக்கு மேலே அந்த தட்டம் வச்சு നമുക്ക് ആവി കയറ്റി എടുക്കാൻ முடியும். எப்படி வேணுமானாலும் செய்யலாம். ഒരു പെരിയ സാധാരണ കൊഞ്ചം വട്ടമായിട്ടുള്ള പാത്രത്തിൽ തന്നെ വെള്ളം വിട്ടിപ്പം സ്റ്റീമർ ഇല്ലാട്ടന്ന സാധാരണ പാനിലേ നമുക്കിതുപോലെ ആവി പണി എടുക്കലാം. ഇപ്പോൾ ഇത് எப்படி பண்ணுறதுன்னு കാണിக்கிறேன். ആദ്യം തട്ടം എടുക്കരുത്. അന്ത സമയം കിണ്ണം എടുക്കണ്ട. இந்த കിണ്ണത്തെ അടച്ച് തന്നെ വെച്ചിരിക്കാൻ. இந்த തട്ടത്തിൽ ഉള്ളത്തെ ഒരു കത്തി വെച്ച് ചിന്ന പീസസ് ആക്കി മുറിച്ചെടുക്കരുത്. സേവനാഴിക്കുള്ള പോടുறதுக்கு സൗകര്യமாக இருக்கிறதுக்காக ഇതുപോലെ ചിന്ന പീസസാக എടുത്ത് அந்த ഓരോരോ அந்த നാഴിയിൽ എത്ര കൊള്ളുമോ അത് അതുക്കുള്ള പോട്ടിട്ടാൽ പോരും. ഇതിപ്പോൾ 2 സേവ പിഴിയறதுக்கு தான் எங்கிட்ட ഇത്രയും കഷ്ണം இருக்குது. അതുകൊണ്ട് ഞാൻ തിരുപ്പിയും അത് ചൂടിൽ വെക്കறതില്ല. ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടാൽ പോരും. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കടക്കുകയും ചെയ്യും. ടെക്സ്ചർക്ക് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എല്ലാ സേവയും പിഴിഞ്ഞെടുത്താച്ച് അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിக்கிறதில்ல. നല്ല ഉതിരുതിരാ തന്നെ ഇരിക്കും സേവ. ഇനി இந்த சேவைக்கு நான் காணிக்கிறேன் புளிശ്ശേരി எப்படியாக்கும் பண்ணுறதுன்னு பார்க்கலாம். மோரு കൂട്ടാന്നും ചൊല്ലலாம். அதுக்கு കാഞ്ച മുളകയും പച്ചമുളകും എടുത്തിരിക്കാൻ. ഒരു കളർക്ക് ഒരു കാശ്മീരി ചില്ലിയും എടുത്തിരിക്കാൻ. എരിവുക്ക് എത്ര വേണമോ അതനുസരിച്ച് മുളക് ഇടുമ്പോൾ തിരുവിന തേങ്ങയോ പീസായിട്ട് നിറയ്ക്കുന്ന തേങ്ങയോ വെച്ച് ഒന്നുകിൽ ജലം വിട്ട് അരയ്ക്കരുത്. ഇല്ലാട്ട് തന്നെ മോര് വിട്ട് അരയ്ക്കരുത്. എന്നിട്ട് തൈര് 1 ലിറ്റർ എടുത്തിരിക്കുന്നത് നന്നാ ഉടച്ച് കട്ടയില്ലാണ്ട് നന്നാ ഉടച്ചെടുക്കരുത്. ഇത് മാത്രം തന്നെ വേണം இந்த പുളിശ്ശേരിക്ക്. ആദ്യം നമുക്കൊന്ന് താളിച്ചെടുക്കല. അത് തേങ്ങ എണ്ണയൊക്കെ എടുത്തിരിക്കാൻ 2-3 ടീസ്പൂൺ തേങ്ങ എണ്ണ പൂവിട്ട് അതിൽ അര ടീസ്പൂൺ കടുകും കാഞ്ചമുളകയും കൊഞ്ചം കരിവേപ്പിലയും പോട്ട് താളിച്ച് കൊട്ടുறது. ഇപ്പം இந்த காஞ்ச மிளகா கொஞ்சம் எரிவு குறைஞ்சது கொண்டாக்கும் நான் 15 எண்ணம் எடுத்திருக்கேன். சிலപ്പോൾ இங்கே நான் ரொம்ப எரிவுக்கு ஜாஸ்தியாக இருக்கும். அந்த டைமில் எனக்கு 8 எண்ணம் எடுத்தால் போരും. அந்த எரிவுக்கு அனுசரித்து கூட்டவும் குறைக்கவும் செய்துங்கோ. இந்த மோரு கூட்டாൻ கொஞ்சம் സ്പൈസിயாக വെച്ചാൽ തന്നെ அந்த സേവയുടെ കൂടെ വിടുമ്പം നന്നായിരിക്കും. അതുകൊണ്ട് അതനുസരിച്ച് അവളുടെ ടേസ്റ്റ് അനുസരിച്ച് ആ എരിവ് കൂട്ടിയുങ്കോ. അതിൽ നമ്മൾ അരച്ച് വെച്ചിരിக்கிற அந்த തേങ്ങയോட പേസ്റ്റും ഉടച്ച് വെച്ചിരിக்கிற മോരും കൂടെ ചേർത്ത് നന്നാ മിക്സ് പണി ടേസ്റ്റിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ പോടരുത്. എന്നിട്ട് இந்த കൂട്ട് നമ്മൾ തിളപ്പിക്കപ്പെടാതെ ഒന്ന് ചൂടായവും ഒന്ന് പതഞ്ച് വരുമ്പം ഗ്യാസ് ഓഫ് പണിയിടണം. അവളോட ടേസ്റ്റിക്ക് അനുസരിച്ചുള്ള ഉപ്പും കൂടെ പോട്ടുക്കരുത്. തിളച്ച് തന്നെ അത് പിരിഞ്ഞു പോരും. അതുകൊണ്ട് ഒന്ന് ചൂടായി വന്നാൽ പോരും. മേലെ ഒന്ന് പതഞ്ച് പൊങ്ങി വരുമ്പം ഇതുപോലെ ഒന്ന് പതഞ്ച് വരുമ്പം നന്നാ മിക്സ് പണിയിട്ട് ഗ്യാസ് ഓഫ് പണ്ണരുത്. ഇപ്പോൾ സേവയും പുളിശ്ശേരി ഇല്ലട്ടന മോര് കൂട്ടാനും പപ്പടവും ആക്കും കോമ്പിനേഷൻ. ഇപ്പോൾ സേവ எப்படி இருக்குன்னு அதோட டெக்ஸ்சர் காணிக்கிறேன். கையில் ஒட்டுறதும் இல்லை. நல்ல உதிராக இருக்குது. நல்ல சாஃப்டாகவும் தான் இருக்குது சேவை. இன்றைக்கி പ്ലെയിൻ ആയിട്ടുള്ള സേവയാക്കും കാണിக்கிறேன். தேங்காய் சேவை பண்ணலாம், அல்லாட்டனா லெமன் சேவை பண்ணலாம். பல வேரியேஷனும் நமக்கு இந்த சேவையை வச்சு തന്നെ பண்ணலாம். இந்த പ്ലെയിൻ സേവയോட കൂടെ ഏറ്റവും ബെസ്റ്റ് എന്ന് ചൊല്ലുന്നത് இந்த പുളിശ്ശേരി ഇല്ലട്ടന മോർക്കുഴമ്പ് ചൊല്ലலாம். ഇതും പപ്പടവും കൂടെ ഇരുന്ന് നമുക്കിത് ഹെൽത്തിയുമാക്കും. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ரொம்ப എണ്ണയും ഇല്ല ഇതിൽ.
எல்லாரும் இந்த காம்பினேஷன் ட்ரை பண்ணி பாருங்க. ட்ரிவாண்ட்ரத்தில் ரொம்ப ஃபேமஸ் ஆகும் இந்த காம்பினேஷன், சேவையும் புளிശ്ശേരിயும் பப்படம். அது எப்படின்னு வேணும்னா சேவை கொஞ்சம் எடுத்துகிட்டு அந்த புளிശ്ശേരിயை விட்டு நன்னா அந்த சேவையை குதித்து எடுக்கும். നന്നാ കുതിർന്ന സേവയിൽ പപ്പടവും കൂടെ പൊടിച്ച് നമുക്ക് சாப்பிட்டுட்டா போதும். எல்லாரும் இந்த രീതിയിൽ பண்ணி பாருங்க. உங்களுக்கு இந்த வீடியோ பிடிச்சதானா லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. യാത്രയിൽ ரொம்ப பிடிக்கப்பட்ட காம்பினேஷன் ஆகும் இது. எல்லாரும் ட்ரை பண்ணி பாருங்க.